യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിനൊപ്പം ചേർന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാൻ ധാരണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. പുടിനുമായുള്ള ചർച്ചയിൽ മോദി ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായ 2 ഇന്ത്യക്കാർ മരിച്ചിരുന്നു. നിരവധി പേർ യുദ്ധമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുള്ള പശ്ചാത്തലത്തിലാണ് നിർണായക തീരുമാനം. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ മോദി പുടിനുമായുള്ള ഒരു സ്വകാര്യ അത്താഴ വിരുന്നിലാണ് ഇന്ത്യക്കാരുടെ ആശങ്കകൾ അറിയിച്ചത്. ഇതിനു പിന്നാലെയാണ് റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ചയക്കാനും മടക്കം സുഗമമാക്കാനുമുള്ള തീരുമാനം റഷ്യ എത്തിയത്. അത്താഴ വിരുന്നിൽ പ്രധാനമന്ത്രിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട മോദിയെ പുടിൻ അഭിനന്ദിച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഉയർച്ചയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്ത് ഏജന്റുമാർ 2 ഡസനോളം ഇന്ത്യക്കാരെ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായ പഞ്ചാബ്, ഹരിയാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം പേരുടെ വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു. തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് വീഡിയോയിൽ ഇവർ ആരോപിക്കുകയും ചെയ്തിരുന്നു. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിഷയത്തിന്റെ ആഴം മനസ്സിലാക്കുന്നതായും റഷ്യൻ അധികൃതരുമായി ചർച്ച നടത്തുമെന്നും കേന്ദ്രം ഉറപ്പു നൽകിയത്. ഏജന്റുമാർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും വാർത്താവൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ നിരവധി റെയ്ഡുകളും മറ്റും സംഘടിപ്പിക്കുകയും 35 ഇന്ത്യക്കാരെ ഇത്തരത്തിൽ റഷ്യയിൽ എത്തിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിക്കുകയും ചെയ്തു.